ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അത് ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ട് നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്, അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി. ഇത് എസ്കേപ്പ് വെലോസിറ്റി മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് F = G ഇൻറ്റു ആക്ച്വലി ഏതെങ്കിലും രണ്ട് പാർട്ടിക്കിൾ വെച്ചിട്ടാണ് G ഇൻറ്റു m1 m2/r². r എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് രണ്ട് മാസ്. ഇത് m1 ആണ്, ഇത് m2 ആണ്, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് r എങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് F/m. പിന്നെ അതിൻ്റെ നൾ പോയിൻ്റ് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ ഇത് രണ്ടും നമുക്ക് 0 ആയിട്ട് കിട്ടും. രണ്ടിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വരത്തില്ല. ദാറ്റ് ഈസ് അവർ നൾ പോയിൻ്റ്. അത് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് 1 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നൾ പോയിൻ്റ് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ കേസിലാണെങ്കിൽ എർത്തിൽ നിന്ന് നമ്മൾ എക്സാക്ട്ലി ഇവിടെ എർത്തിൻ്റെ സർഫസിലാണെങ്കിൽ എന്താണ്, ഇഫ് ദിസ് ഈസ് ആർ സർഫസിൽ വരുന്ന നമ്മുടെ ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മൾ മാക്സിമം മുകളിലേക്ക് പോകുന്തോറും ഈ പാർട്ടിക്കിൾ മുകളിലേക്ക് പോകുന്തോറും ഇതിപ്പം H, ദിസ് വൺ ഈസ് H, ദിസ് വൺ ഈസ് R, ടോട്ടലി സാർ. അപ്പം എർത്തിന് മുകളിലേക്ക് പോകുന്തോറും ആ ഗ്രാവിറ്റി കുറയും, താഴേക്ക് ഉള്ളിലേക്ക് വരുന്തോറും ഗ്രാവിറ്റി കുറയും. അപ്പം മാക്സിമം ഈസ് അറ്റ് ദ സർഫസ്. അപ്പോൾ അതിൻ്റെ ന്യൂ ഗ്രാവിറ്റി ഇവിടേക്ക് വരുമ്പോഴത്തേ അതിൻ്റെ ആ പർട്ടിക്കുലർ പാർട്ടിക്കിളിൻ്റെ ഗ്രാവിറ്റി, ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദെയർ ഇറ്റ് ബിക്കംസ് G/1 + h/r ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്ക് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഇപ്പം നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് അറിയാം. നമ്മൾ നേരത്തെയൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഫോഴ്സ് എത്രയാണ് വരുന്നത്? Gm1 m2/r ആണ്. സോ ദാറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് Gm1 m2 ഇൻറ്റു r പറയുമ്പം ഇറ്റ് ബിക്കംസ് Gm1 m2/r. സോ നമ്മുടെ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത് u ആയിട്ടാണ്. ഇപ്പം നമ്മുടെ ഈ കേസിൽ നമുക്ക് ഒരിക്കലും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അതിനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കേസാണ്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എർത്തിൻ്റെ കേസിലാണെന്ന് വിചാരിക്കുക. എർത്തിൻ്റെ കേസിൽ ആദ്യം ഒരു മാസ് ഉണ്ടായിരുന്നു, m എന്ന് പറഞ്ഞ മാസ് എവിടെയോ ഇൻഫിനിറ്റിയിലായിരുന്നു. ഓക്കെ, ഇൻഫിനിറ്റിയിലുള്ള മാസ് നമ്മൾ നേരെ എർത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. സോ നൗ ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി എന്നുള്ള സാധനം നമ്മുടെ എർത്തിൻ്റെ സർഫസിലേക്ക് വന്നു. സോ ദിസ് ഈസ് എ റേഡിയസ് ഓഫ് എർത്ത്. ഇതെവിടെയോ ഇൻഫിനിറ്റിയിലായിരുന്നു, ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. സോ അങ്ങനെ ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറൻസേ പൊട്ടൻഷ്യൽ എനർജിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈ ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ കൈനറ്റിക് എനർജി ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ഞാൻ U ആയിട്ട് എഴുതുവാണ്, U ഇനീഷ്യൽ അത് 0 ആയിരിക്കും. കൈനറ്റിക് എനർജിയും എല്ലാം ഇൻഫിനിറ്റിയിലെ കേസിൽ നമ്മുടെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് 0, ഓൾ ദി എനർജീസ് ആർ 0 ഇൻ ദി ഇൻഫിനിറ്റി. അപ്പം പൊട്ടൻഷ്യൽ എനർജി ഈസ് 0 ഇൻ ദി ഇൻഫിനിറ്റി, കൈനറ്റിക് എനർജി ഈസ് ഓൾസോ 0 ഇൻ ദി ഇൻഫിനിറ്റി. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? U എന്ന് പറയുന്നത് U ഫൈനൽ മൈനസ് U ഇനീഷ്യൽ അല്ലേ. അപ്പോൾ U ഫൈനൽ എത്രയാണ്? U ഫൈനൽ എന്ന് പറയുന്നതാണ് ഇത്. ആക്ച്വലി G വർക്ക് മൈനസ് ഇൻറ്റു വർക്ക് ഡൺ, ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ. അപ്പോൾ എർത്തിൻ്റെ കേസിൽ ഇത് എന്തായിട്ട് വരും? G അങ്ങനെ തന്നെയാണ് യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ്. എർത്തിൻ്റെ മാസ് m ആയിട്ട് എടുക്കുന്നു, ഇതൊരു കുഞ്ഞു മാസ് സ്മോൾ m, Gmm/r. r എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ കേസിൽ ഇറ്റ് ഈസ് r. ഓക്കെ, ഈ എർത്തിൻ്റെ റേഡിയസ് അല്ലേ, അത്രയും ഡിസ്റ്റൻസിലല്ലേ അതിരിക്കുന്നത്, ഒന്നും തെളിയുന്നില്ല. ഓക്കെ, സോ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് Gm/r -0. സോ ഹിയർ ഇറ്റ് ഈസ് മൈനസ് ഓഫ് വർക്ക് ഡൺ ആണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഈസ് മൈനസ്. സോ ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈസ് ദിസ് വൺ ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ.
ദിസ് ഈസ് ആക്ച്വലി ഫൈനൽ. വാട്ട് എവർ ഈസ് എ പൊട്ടൻഷ്യൽ എനർജി അതെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻറ്റു മൈനസ് ഓഫ് വർക്ക് ഡൺ ഓഫ് എനി കൺസർവേറ്റീവ് എനർജി, കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്, അതല്ലാതെ വേറൊരു ഫോഴ്സും ഇതിൽ ആക്ട് ചെയ്യുന്നില്ല ഇങ്ങനത്തെ കേസിൽ. അപ്പോൾ അത് വരുമ്പോഴാണ് നമ്മുടെ ജി ഇൻറ്റു ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഒന്നും അതിലില്ലല്ലോ. അപ്പോൾ ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത്, ഇനീഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് 0 ആയിരിക്കും. അതുകൊണ്ട് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി 0. ഇവിടേക്ക് വരുമ്പം ഹിയർ ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ ഇറ്റ് ബിക്കംസ് മൈനസ് ജി m1 m2/r. അത് എർത്തിൻ്റെ കേസിലാകുമ്പം ജി ഇൻറ്റു m1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ മാസാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഉണ്ട് സർഫസ് ഓഫ് എർത്ത്, അതാണ് m/r. അപ്പോൾ നമുക്ക് എന്താണ് കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ദ ഇക്വേഷൻ ഈസ് m/r. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അതെല്ലാം കൂടെ ലാസ്റ്റ് നമുക്ക് സമ്മറി ആയിട്ട് ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാം. സോ അവർ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് -gmm/r ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് വേറൊന്നെന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി, VE എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നോർമലി നമ്മളുടെ എർത്ത് ഇവിടെയുണ്ട്, എർത്തിന് ചുറ്റും എന്തെങ്കിലും നമ്മൾ പറഞ്ഞൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡ് കടന്ന് ഒരു ബോഡിക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പുറത്തേക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ അത് ഇവിടെ തന്നെ തങ്ങി നിൽക്കും. നമ്മൾ സാറ്റലൈറ്റ് കണ്ടു, എല്ലാ പാർട്ടിക്കിൾസും നമ്മുടെ എയറും ഗ്യാസും അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലും അറൗണ്ട് എർത്ത് ഇറ്റ് ഈസ് ഡ്യൂ ടു നമ്മൾ പോലും എർത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ആ ഫോഴ്സിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ റോക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ എർത്തിൻ്റെ ആ ഒരു ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സിനെ ഭേദിച്ച് പുറത്തേക്ക് പോയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ ഫോർ ദാറ്റ് ആ ഏത് പാർട്ടിക്കിളിനും ഒരു എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇൻ ദ കേസ് ഓഫ് എർത്തിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്നത്. വേറെ ഏത് പാർട്ടിക്കിൾ, ഈവൻ മൂണിലാണെങ്കിലും ജൂപ്പിറ്ററിലാണെങ്കിലും, ജൂപ്പിറ്ററൊക്കെ ഹൈലി മാസാണ്. അതുകൊണ്ടാണ് എല്ലാത്തിനെയും അത് അട്രാക്ട് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ചുറ്റിനും തന്നെ ഒരു പടലം ഉള്ളത്. കാരണം അത്രമാത്രം അട്രാക്റ്റീവ്, അത്ര മാസീവ് ആയതുകൊണ്ട്. സോ ദാറ്റ്സ് എസ്കേപ്പ് വെലോസിറ്റി ഈസ് വെരി ഹൈ. അപ്പം നമ്മുടെ കേസിൽ നമുക്ക് ഏകദേശം ഇത് 11.2 km/s ആണ് നമ്മുടെ കേസിൽ, നമ്മുടെ എർത്തിൻ്റെ കേസിൽ. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു കുഞ്ഞൊരു ഡെറിവേഷനേ ഉള്ളൂ, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കാര്യം ഞാനൊന്ന് കവർ ചെയ്യുവാണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം, അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയും അറിയാം. സോ എസ്കേപ്പ് വെലോസിറ്റി ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ കേസ് നമ്മൾ പറഞ്ഞ പോലെ, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ഒരു പാർട്ടിക്കിൾ നമ്മളുടെ ഈ എർത്തിൻ്റെ സർഫസിൽ നിന്നും പുറത്തിറങ്ങി എന്ത് ചെയ്യുന്നു, എർത്തിൻ്റെ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡും കടന്നിട്ട് ഇറ്റ് ഗോസ് ഔട്ട്സൈഡ് അല്ലേ? ആ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. സോ അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ്. ഈ നമ്മുടെ എർത്തിൻ്റെ അല്ലെങ്കിൽ ഏത് ബോഡിയുടെ ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കടന്നിട്ട് എസ്കേപ്പ് ചെയ്തത് പോകുന്നു. അപ്പോൾ അങ്ങനത്തെ കേസിൽ അതിന് മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് അതിന് എന്തൊക്കെ ഉണ്ടാവും, അവിടുത്തെ ടോട്ടൽ എനർജി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ നമുക്ക് എഴുതാം. ടോട്ടൽ എനർജി ഇനീഷ്യൽ എന്തായിരിക്കും, കാരണം ടോട്ടൽ എനർജി കൺസെപ്റ്റ്, എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്, കനോട്ട് ബി ഡിസ്ട്രോയിഡ്. സോ ഇറ്റ് ചേഞ്ചസ്. അപ്പോൾ ഈ ഇനീഷ്യലിലെ ടോട്ടൽ എനർജിയും ഫൈനലിലെ ടോട്ടൽ എനർജിയും സെയിം ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ ടോട്ടൽ എനർജി എന്തായിരിക്കും, നമ്മുടെ യു ഇനീഷ്യൽ, അതായത് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ പ്ലസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ പ്ലസ് കൈനറ്റിക് എനർജി ഫൈനൽ. അപ്പോൾ നമ്മുടെ കേസിൽ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, നമ്മുടെ -g ഇൻറ്റു m/r. ഈ r നമുക്ക് എർത്തിൻ്റെ കേസായിരുന്നു, നമുക്ക് r എടുക്കാം. ആ എർത്തിൻ്റെ സർഫസിലാണ് അത് ഇരിക്കുന്നത്. പ്ലസ് പിന്നെ എന്താ ഉള്ളത്, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 mv². സ്മോൾ ആണ്. ആ v² എന്ന് പറയുന്നത് നമുക്കിവിടെ എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് എടുക്കാം അല്ലേ? ആ എസ്കേപ്പ് വെലോസിറ്റിയിൽ പോയാൽ മാത്രമേ ഇത് ഓവർകം ചെയ്ത് മുകളിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ v ഇസ് ഈക്വൽ ടു v, എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇവിടുത്തെ കേസിൽ ഇത് ഫൈനലായിട്ട് വരും. ഇൻഫിനിറ്റിയിലെ കേസിൽ
എന്ത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഒക്കെ നമുക്ക് 0 ആണ്. സോ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് എന്തിനാണ് ഇത് കണ്ടുപിടിക്കണം? നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വി കണ്ടുപിടിക്കണം, എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ ഇത് അങ്ങോട്ട് പോകുമ്പം ഇറ്റ് ഈസ് പ്ലസ് GMM ആയ GMM/r. അപ്പം നമ്മുടെ ക്യാൻസൽ ചെയ്യാം അല്ലേ? ബാക്കി VE² ഈസ് ഈക്വൽ ടു 2 അങ്ങോട്ട് പോയി 2GM/r. അപ്പം നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി VE എന്ന് പറയുന്നത് √2GM/r. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചോണം, എല്ലാ ക്വസ്റ്റ്യനിലും വരുന്നതാണ്. ഇത് ഇക്വേഷൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി ഇക്വേഷൻ മാത്രം എഴുതി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ട. നിങ്ങളിപ്പോൾ എല്ലാം എത്രമാത്രം കാണുക, ഡെറിവേഷനും കൂടെ ഞാൻ ചെയ്തത്. ടോട്ടൽ എനർജി ഈ എർത്തിൻ്റെ സർഫസിലായിരിക്കുമ്പോൾ ടോട്ടൽ എനർജി ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇനിഷ്യൽ ആൻഡ് വെൻ ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ വാട്ട് വിൽ ബി ഇറ്റ്സ് ടോട്ടൽ എനർജി. അവിടെ എന്തായാലും ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇറ്റ്സ് 0. എന്നിട്ട് നമ്മൾ ഇതിനെ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് -GMM/r പ്ലസ് ½ mv² നമുക്കറിയാം. ആ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ആയാലും മാത്രമേ പുറത്തേക്ക് പോകത്തുള്ളൂ. സോ അതിന് നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് VE = 2GM/r. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു വാട്ട് ഈസ് ജി എന്ന് പറയുന്നത് mg = വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ GMM/r² അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? G = GM/r² എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് GM-നെ നമുക്ക് എന്തായിട്ട് എഴുതാം? അതായത് ഗ്രാവിറ്റിയുടെ ടേംസിൽ ഇതിനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. GMM എന്ന് പറയുന്നത് GR² ആണ്. സോ നമുക്ക് VE-നെ നമുക്ക് എന്ത് എഴുതാം? √2 GM-ന് വരെ നമുക്ക് എന്ത് എഴുതാം? GR² ഇവിടെ ഒരു r കിടപ്പുണ്ടല്ലോ, r. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് √2GR. അപ്പോൾ ഇതും നിങ്ങൾ ഓർത്തിരിക്കണം. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക്, അതായത് എന്താണ് എസ്കേപ്പ് വെലോസിറ്റി VE = √2GM/r. ഈ റൂട്ടിനകത്താണ് ഈ r ഉള്ളത്. എഗെയിൻ നമുക്ക് ഇതിനെ ഇങ്ങനെയും കൂടി എഴുതാം, എന്ത്? √2GR. ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും കാണാതെ പഠിച്ച് വെക്കുക. പല പ്രാവശ്യം പഠിച്ച് പ്രോബ്ലംസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൽ വരും. അപ്പോൾ അത് കിട്ടിയത് ഇങ്ങനെയാണ്. ഇതിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഈ വെലോസിറ്റിയിൽ പുറത്തേക്ക് പോയാൽ മാത്രമേ അതിന് എർത്തിൻ്റെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അട്രാക്റ്റീവ് പവറിനെ ഓവർകം ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവൻ നമ്മൾ ആ ഒരു വെലോസിറ്റി പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും സാധനം എറിഞ്ഞാൽ പോലും അത്രയും വെലോസിറ്റിയിലാണ് എറിയുന്നതെങ്കിൽ അത് നേരെ സ്പേസിലേക്ക് പോകും. സോ നമുക്കിനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടെ നമുക്കറിയാം, വെലോസിറ്റി 2GM/r. അപ്പോൾ G നമുക്കറിയാം എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ M എന്ന് പറഞ്ഞ എർത്തിൻ്റെ കേസിലാണെങ്കിൽ വെലോസിറ്റി റേറ്റ് ഓഫ് അല്ലെങ്കിൽ മാസ് ഓഫ് M. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് 6400 കിലോമീറ്റേഴ്സ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എർത്തിൻ്റെ കേസിലെ വെലോസിറ്റി, ഇത് ജസ്റ്റ് എല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ എർത്തിൻ്റെ കേസിൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 11.2 km/s ആണ്. ഇതേമാതിരി തന്നെയാണ് ഏത് പ്ലാനറ്റിൻ്റെ കേസിലും. ആ കൺസിഡർ നമുക്ക് വേണ്ട പ്ലാൻ, ഇപ്പോൾ മൂണാണെങ്കിലോ ജൂപ്പിറ്റർ ആണെങ്കിലോ എന്താണെങ്കിലും അതിൻ്റെ G എല്ലായിടത്തും സെയിം ആയിരിക്കും. അതിൻ്റെ മാസും അതിൻ്റെ റേഡിയസും തന്നു കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാം. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 2.4 km/s ആണ് കേട്ടോ. 2.4 km/s. അപ്പോൾ മൂണിൻ്റെ അറ്റ്മോസ്ഫിയറിനെ ഭേദിച്ച് പുറത്തേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ മൂണിൻ്റെ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ മൂണിൽ നിന്നും ഒരു 2.4 km/s എന്തെങ്കിലും പാർട്ടിക്കിൾ നമ്മൾ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പിന്നെ തിരിച്ച് മൂണിലേക്ക് പോകത്തില്ല, അതങ്ങ് അന്തരീക്ഷത്തിൽ പറന്ന് നടക്കും. സോ ദാറ്റ് ഈസ് എ കേസ്. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് കാണാതെ പഠിക്കാൻ. അപ്പോൾ നിങ്ങളത് എങ്ങനെയെങ്കിലും എഴുതിയോ നോക്ക്, കാണാതെ പഠിച്ചോണം കേട്ടോ. ഇതൊരു 2025 കീം 2025 ഒരു പ്രോബ്ലമാണ്. ഇത് വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. സുഖമായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 2 ബോഡീസ് ഓഫ് മാസ് 1 kg. നമ്മളോട് ചോദിച്ചേക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. ബിറ്റ്വീൻ 2 ബോഡീസ് ഓഫ് മാസ് 1 kg കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter എന്താ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് U = -G രണ്ട് ബോഡിയല്ലേ, M1 M2/r. എർത്തിൻ്റെ കേസിലാകുമ്പോൾ GMM/r എഴുതാം. രണ്ട് ബോഡിയുടെ കേസിലാകുമ്പം ഇറ്റ് ഈസ്
ഒരു ബോഡി M1 ആണ്, അടുത്തത് M2 ആണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് R, ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, രണ്ടിൻ്റെയും മാസ് ഈസ് 1 kg. അപ്പം ദിസ് ഈസ് 1 kg, ഇതിൻ്റെ മാസും 1 kg ആണെന്ന് തന്നിട്ടുണ്ട്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു എത്രയാണ് പറഞ്ഞേക്കുന്നത്, 1 മീറ്റർ, ഇത്രയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് മൈനസ് ജിക്ക് മാറ്റിയല്ല, ജി ഇങ്ങനെ തന്നെ 1 × 1 അല്ലേ, ജി × 1 × 1 ഡിവൈഡഡ് ബൈ ആറും 1 തന്നെ. സോ ഇറ്റ് ഈസ് മൈനസ് ജി. ഒരു മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാൻ. ബട്ട് നിങ്ങൾ ഈ മൈനസ് എഴുതാൻ വിട്ടുപോകരുത്, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ലല്ലോ. ദ ആൻസർ ഈസ് മൈനസ് ജി. സോ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് ജി × M1 M2 ബൈ ആർ. ഇനി എർത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് ജി × MM ബൈ ആർ, ക്യാപിറ്റൽ. കാരണം എർത്തിൻ്റെ കേസിൽ എർത്തിൻ്റെ റേഡിയസ് ആണ്, എർത്താണ് ഒരു മാസ്, അടുത്ത മാസം ഒരു കുഞ്ഞു മാസ് മുകളിലിരിക്കുന്ന സ്മോൾ എം. സോ അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എർത്തിൻ്റെ ഒരു 6400 എർത്തിൻ്റെ റേഡിയസ്. അതുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോഡിയുടെ റേഡിയസ് ആണ് വളരെ കുറവാണ്. സോ വി ആർ കൺസിഡറിങ് ആറ് തന്നെയാണ് താഴെ കൺസിഡർ ചെയ്യുന്നത്. സോ മൈനസ് ജി MM. ഈ ഇത് ഇവിടെ M1 M2 എന്ന് പറഞ്ഞാൽ രണ്ടും 1 kg ആണ്. സോ യു കൺസിഡർ ഇറ്റ് ആസ് 1 × 1 ഡിവൈഡ് ബൈ 1. എല്ലാ മീറ്ററിലും kg യിലുമാണ് തന്നിരിക്കുന്നത്. സോ യു ഈസ് ഈക്വൽ ടു മൈനസ് ജി. സോ വെരി സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതുപോലത്തെയൊക്കെ പ്രോബ്ലം 2025 വന്ന പ്രോബ്ലമാണിത്. നെക്സ്റ്റ് 2025 തന്നെ ഒരു പ്രോബ്ലം ആണ്. അതെന്ന് പറയുന്നത് ഇഫ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി അല്ലേ ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ്, എർത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ് ഓഫ് മാസ്, അതിൻ്റെ മാസ് സ്മോൾ എം ആണ്, റേഡിയസ് സ്മോളർ ആണ്, ഈസ് ജി. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ പ്ലാനറ്റ് എന്ന് പറഞ്ഞ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മാസ് പറഞ്ഞിട്ടുണ്ട് എം ആണ്, അതിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ആ പ്ലാനറ്റിൻ്റെ സർഫസിൽ നിന്ന് ഒരു ബോഡിക്ക് പോകണമെങ്കിൽ അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയെ ചോദിക്കണം. അപ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, √2gr അല്ലേ, ഇതെല്ലാം ജീൻ്റെ ടേംസിലല്ലേ പറഞ്ഞേക്കുന്നത്, √2gr. അപ്പോൾ ഇതിൻ്റെ കേസിൽ √2 × g × r വരെ സ്മോൾ ആർ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. √2gr ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇക്വേറ്റ് ചെയ്ത് ഇനിഷ്യലും ഫൈനലും ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം. ഇനിയിപ്പോൾ നോക്കുക, നിങ്ങൾക്ക് യാതൊന്നും അറിയത്തില്ല, ഈ ഫോർമുലയൊക്കെ അങ്ങ് മറന്നുപോയി ഹോളിൽ ചെന്നപ്പോൾ. അങ്ങനെയാണെങ്കിലും ഇതൊരു ഈസി ട്രിക്ക് ഉണ്ട്. അതായത് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഇത് ആൻസർ ചെയ്യാനൊരു ട്രിക്ക് ഉണ്ട്. കാരണം നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വെലോസിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മീറ്റർ/സെക്കൻഡ് ആയിരിക്കും, അത് എല്ലാവർക്കും അറിയാം. ഇനി ഇത് നോക്കുക, ഈ സാധനത്തിൽ എവിടെയെങ്കിലും മീറ്റർ/സെക്കൻഡ് ഉള്ള സാധനം ഉണ്ടോ എന്ന് നോക്കുക. ഇത് നോക്കുക, √2 × g × r. ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമുക്ക്, ജി ആക്സലറേഷൻ ആണെന്ന് നമുക്കറിയാം, 2-നൊന്നും ഇല്ല. അപ്പോൾ ജീൻ്റെ കേസിൽ എന്ത് വരും, മീറ്റർ/സെക്കൻഡ്² ആണ് നമുക്കറിയാം, × r എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് ആണെന്ന് പറയാം. അപ്പോൾ എന്ത് കിട്ടി, √m²/സെക്കൻഡ്² റൂട്ട് വരുമ്പോൾ റൂട്ട് ഒഴിവാക്കി കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് മീറ്റർ/സെക്കൻഡ്. ഈ കേസിൽ നമുക്ക് മീറ്റർ/സെക്കൻഡ് കിട്ടി. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ അത് തന്നെയാണ്. ഇനി വേറെ ഏതിലെങ്കിലും കൂടെ ഉണ്ടോ എന്ന് നോക്കും. ഒന്നും അറിയാത്തവരുടെ കാര്യമാണ്, യാതൊന്നും അറിയത്തില്ല, എക്സാമിൻ്റെ തലേ ദിവസമാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, എന്തായിരുന്നു ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നോക്ക്, 2g/r. ഇതിൻ്റെ കേസിൽ എന്താവും, മീറ്റർ/സെക്കൻഡ്². അടിയിലാണ് ഒരു മീറ്റർ വന്നത്, ഇത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് √സെക്കൻഡാണ് കിട്ടുന്നത്, അല്ല സെക്കൻഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 1/സെക്കൻഡ് ആണ് കിട്ടുന്നത്. അത് നമ്മുടെ വെലോസിറ്റിയുടെ യൂണിറ്റേ അല്ല. പിന്നെ നെക്സ്റ്റ് √gr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് രണ്ടും ചിലപ്പോൾ ഒരുമിച്ച് വരും അല്ലേ, അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീറ്ററും സെക്കൻഡും കിട്ടും. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമ്മളിത് പഠിച്ചേ പറ്റും. അതല്ലാതെ ഏതെങ്കിലും കേസിൽ ഇതെല്ലാം വരുമ്പോൾ നമുക്കെല്ലാം ഇതില്ലാതെ കിട്ടും. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. സോ യു കാൺ ഗോ ഇൻ ദാറ്റ് വേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തരുന്ന സാധനത്തിൻ്റെ യൂണിറ്റ് വെച്ച് നമുക്ക് ചിലപ്പോഴൊക്കെ കേസ് നോക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലാണ് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇത് രണ്ടും കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, √2gr എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വെലോസിറ്റിയാണ്, ബട്ട് ഇച്ചിരി കൂടെ √2 അതെന്തായാലും ഓർക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളിപ്പോൾ ഓർബിറ്റ് വെലോസിറ്റി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ മനസ്സിലാവും. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് അത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടും തമ്മിൽ ഉള്ള കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടും. കാരണം ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് GR കിട്ടും, അതിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ എന്തായാലും അതിനേക്കാൾ പുറത്തേക്ക് പോകണമെങ്കിൽ. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ √2. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചെറിയ ട്രിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് എന്നാലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gr ആണ്, അത് മറ്റേതിൻ്റെ ടേംസ് എഴുതാണ് √2gm/r.
കാണാതെ പഠിച്ചോളാം. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 2024 ഒരു പ്രോബ്ലം ആണ്. ഇഫ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എന്താണത്? ജി ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ് ഈസ് 2.5 ടൈംസ് ദാറ്റ് ഓൺ എർത്ത്. ഏതോ ഒരു പ്ലാനറ്റിലെ ജി എന്ന് പറയുന്നത് 2.5 ടൈംസ് ആണ് എർത്തിൻ്റെ. ആൻഡ് റേഡിയസ് ഈസ് 10 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. എർത്തിൻ്റെ 10 ടൈംസ് റേഡിയസ് ഉണ്ട്. എർത്തിൻ്റെ 2.5 ടൈംസ് ഗ്രാവിറ്റേഷണൽ ജി ഉണ്ട്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി എസ്കേപ്പ് വെലോസിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ് ടു ദാറ്റ് ഓൺ എർത്ത്. ഇപ്പം എന്താ പറഞ്ഞേക്കണേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, ഏതോ ഒരു പ്ലാനറ്റിൻ്റെ നമ്മൾ ജി പി എന്ന് എടുക്കാം. അതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.5 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. എർത്തിൻ്റെ നമ്മൾ ജി എന്നല്ലേ എടുക്കുന്നത്, ജി. പിന്നെ പറഞ്ഞേക്കുന്നത് റേഡിയസ് അല്ലേ? ഓക്കെ, റേഡിയസ് ഈസ് നമ്മുടെ ആർ. റേഡിയസ് ഓഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10 ടൈംസ് ദാറ്റ് ഓഫ് റേഡിയസ് ഓഫ് എർത്ത്. എർത്തിനേക്കാളും 10 മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ റേഡിയസ്. എർത്തിൻ്റെ റേഡിയസ് നമ്മൾ ആറിന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് വി പി എന്ന് എടുക്കാം. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ഇത് വി ഇ എടുക്കാം. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. പി ഓൺ എർത്ത് ഈസ് ഈക്വൽ ടു √2gr. ഈ ഇക്വേഷൻ എടുക്കാം, കാരണം ഇതിലാണല്ലോ ജിയും ആറും ഉള്ളത്. സോ വി ഓഫ് പി എന്തായിരിക്കും? ഇറ്റ് ഈസ് √2 ഇൻറ്റു ജി ഓഫ് പി ആർ ഓഫ് പി. ഇനി അങ്ങോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വി പി ബൈ വി ഇ ഇസ് ഈക്വൽ ടു റൂട്ട് ഫുള്ളായിട്ട് എടുക്കുവാണേ. ദാറ്റ് ഈസ് വി പി എന്താ? 2 ഇൻറ്റു ജി പി ഇൻറ്റു ആർ പി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി ഇൻറ്റു ആർ. 2 ക്യാൻസൽ ചെയ്യാമല്ലോ. ദെൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി പി എന്ന് പറഞ്ഞാൽ എന്താ? 2.5g. 2.5g ഇൻറ്റു ആർ പി എന്ന് പറഞ്ഞാൽ 10r. 10 ഇൻറ്റു ആർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ആർ. അപ്പോൾ ജി ക്യാൻസൽ ചെയ്യാം, ആർ ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്ര വന്നു? 2.5 ഇൻറ്റു 10, അതായത് എത്രയാണ്? √25 അല്ലേ? √25ൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് വി പി ബൈ വി ഇ ഇസ് ഈക്വൽ ടു 5. അപ്പോൾ താഴെ നമുക്കൊന്നും ഇല്ലാതുകൊണ്ട് 1. സോ വി പി ഈസ് ടു വി ഇ ഈസ് ടു 5 ഈസ് ടു 1. സോ ദാറ്റ്സ് അവർ ആൻസർ ഇൻ ദി ഓക്കെ, ദാറ്റ് ഈസ് 5:1. ഇതൊക്കെ ചിലർക്ക് ഇവിടെ കണ്ടുപിടിക്കും, ഇങ്ങോട്ട് പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം, തെക്കും തിരക്കും പിടിച്ച് മാറ്റരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കുക. ഇതേമാതിരിയൊക്കെ ആയിരിക്കും വരുന്നത്. അതായത് ആ ഒരു പ്ലാനറ്റ് ചിലപ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കും, എർത്തിനേക്കാളും കുറവായിരിക്കും. 2.5 ടൈംസ് കുറവെന്ന് തരാം, അല്ലെങ്കിൽ 2 ടൈംസ് കുറവെന്ന് പറയാം. റേഡിയസ് കുറച്ചുകൂടെ കുറവാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ വി പി ബൈ പ്ലാനറ്റിൻ്റെ വി പി ഇപ്പം എങ്ങനെ കിട്ടും? വി പി ഈസ് ഈക്വൽ ടു വി ഇ ഇൻറ്റു 5. കണ്ടോ? അതായത് 2.5 ടൈംസ് റേഡിയസ് ഇത്രയും മടങ്ങ് കൂടിയപ്പോൾ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഇത്രയും വന്നു നമുക്ക്. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. യു നീഡ് ദ ആൻസർ. ബാക്കി കൂടുതലൊന്നും ആലോചിക്കാനുള്ള സമയം ഇനി നമുക്കില്ല. സോ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ √2gr. ഇതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിത്തിൻ 1 മിനിറ്റ് നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് രണ്ട് പ്രോബ്ലവും 2024 പ്രോബ്ലമാണ്. സോ വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. തിയറി പ്രോബ്ലമാണ്, തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താണ് നമുക്കറിയാമല്ലോ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി F ഈസ് ഈക്വൽ ടു Gm1m2/r². ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ഫോഴ്സ്, നോൺ സെൻട്രൽ ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, കോൺടാക്ട് ഫോഴ്സ്, കൺസർവേറ്റീവ് ഫോഴ്സ്. സോ അതൊരു സ്ട്രോങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ രണ്ട് ബോഡിയാണ്. ഇത് വലിയ മാസൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ സ്ട്രോങ് ഫോഴ്സ്. അതൊന്നും അല്ലെങ്കിൽ അത്ര വലിയ ഫോഴ്സ് ഒന്നുമില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ അപ്പുറത്ത് വേറൊരാളിരിക്കുന്ന നമുക്ക് അങ്ങനെ നമ്മളങ്ങോട്ട് ഇടിച്ച് മുട്ടുന്നൊന്നും ഇല്ലല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രോങ് ഫോഴ്സ്. അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. നോൺ സെൻട്രൽ ഫോഴ്സ്. നോൺ സെൻട്രൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത സെൻറ്ററിലേക്കാണ് ആക്ച്വലി ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത്. അതുകൊണ്ട് അത് നോൺ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സും അല്ല.
പിന്നെ കോൺടാക്ട് ഫോഴ്സ്, രണ്ടെണ്ണം കൂട്ടി മുട്ടി ഇരിക്കണമെന്നൊന്നുമില്ല, അത് ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യാൻ, ഫോഴ്സ് വന്ന് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്തിരുന്നാൽ മതി. കാരണം എർത്തിൻ്റെ മുകളിലിരിക്കണമെന്നില്ല, കുറച്ച് മുകളിലിരുന്നാലും മൂണിൻ്റെ നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിനുള്ളിൽ എവിടെ ഇരുന്നാലും അത് ആക്ട് ചെയ്യും. അതുകൊണ്ട് അത് കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. സോ ലാസ്റ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. അങ്ങനെ വല്ല തിയറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ദി എസ്കേപ്പ് സ്പീഡ് ഓഫ് ദ മൂൺ വെൻ കമ്പയർഡ് വിത്ത് ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് എർത്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി. അപ്പം എന്താ ചോദിച്ചേക്കുന്നത്? എസ്കേപ്പ് വെലോസിറ്റി, എസ്കേപ്പ് സ്പീഡ് അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ കമ്പയർഡ് വിത്ത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് നമ്മുടെ എർത്ത് എന്താ വന്നാൽ ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി നമ്മളിതൊന്ന് പഠിച്ച് വെച്ചേക്കാം. ഇത് ഞാൻ പറഞ്ഞു 11.2 km/s ആണെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 2.4 km/s ആണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ എത്ര ടൈംസ് ആണെന്ന് അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? 11.2 / 2.4 = 112/24 എന്ന് എഴുതാം. 2 കൊണ്ടാകുമ്പോൾ 12. ഇത് ഏകദേശം 2 കൊണ്ടാകുമ്പോൾ എത്ര വരും? 1000, 2, 10, 6, ഏകദേശം 56. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ ഏകദേശം അല്ലേ, 12 60 അല്ലേ. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് ഏകദേശം 5 ടൈംസ് ആണ്. സോ 5 ടൈംസ് അല്ലേ ആൻസർ? 5 ടൈംസ്. 12 × 6 എന്ന് പറയുമ്പോൾ 72 ആവും. 12 ആകുമ്പോൾ 60 വരും. 12 4 48. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ 5 ടൈംസ്. അപ്പോൾ 6 അല്ല 5 ടൈംസ്. 5 ടൈംസ് ആണ് നമ്മൾ അല്ലേ, 5 ടൈംസ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളതൊന്ന് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കേസിൽ ഇത് വന്നാൽ നമ്മൾ ആൻസർ ചെയ്യുക 2024 വന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്കീം 2022 ഒരു പ്രോബ്ലമാണ്. ദ മിനിമം സ്പീഡ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഓഫ് 1 kg മാസ് is thrown from the surface of the moon so that it does not fall back to the moon. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ് അല്ലേ. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ ആണ് ചോദിച്ചേക്കുന്നത്. കാരണം എത്ര അത് മാസമായിട്ട് ഇതൊന്നുമില്ല. കാരണം ഓക്കെ, ദാറ്റ് ഈസ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ √2gr എന്ന് എടുക്കാം, അല്ലെങ്കിൽ √2gm/r. ഇതെല്ലാം റേഡിയസ് ഓഫ് മൂൺ ആവാം, അല്ലെങ്കിൽ ജി ഓഫ് മൂൺ ആവാം. അപ്പോൾ നമുക്ക് ഇത് ചോദിച്ചേക്കുന്നത് ഡയറക്റ്റ്ലി നമുക്കിത് അറിയാം. ഇതൊന്നും നമുക്ക് തന്നിട്ടില്ല, ഒരു വാല്യൂം തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കറിയാമെങ്കിൽ ദാറ്റ് ഈസ് 2.3 km/s. വി ഓഫ് മൂൺ കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ വാല്യൂ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. വെലോസിറ്റി ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 11.2 km/s. അപ്പോൾ km/s എന്നുള്ള ഓർക്കുക. കാരണം ഇതിനകത്ത് ഒരു വാല്യൂ km/h തന്നിട്ടുണ്ട്. km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് അത്ര വലിയ ദൂരമൊന്നുമല്ല, വളരെ സ്പീഡൊന്നുമല്ല. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു അവറിൽ ഇത്രേ പോകുന്നുള്ളൂ. ഈവൻ നമുക്ക് നടക്കുവാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇത്രയൊക്കെ കവർ ചെയ്യാൻ പറ്റും. അത്രയും പോലും വേണ്ട. അപ്പോൾ 2.3 km/s ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ആ വാല്യൂ നിങ്ങൾ 2-3 പ്രോബ്ലത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. മൂണിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം കണ്ടു. ഇൻ ടേംസ് 5 ടൈംസ് ആണോ 6 ടൈംസ് ആണോ എർത്തിൻ്റെ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂണും എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്തും എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ ഇത് രണ്ടും നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ യൂണിറ്റും കൂടെ ഓർക്കുക. നോർമലി നമ്മൾ km/s പറയാറില്ല. ഒന്നേ km/h അല്ലെങ്കിൽ m/s എന്നേ പറയാറുള്ളൂ. ഇത് ഇത്രയും വലിയ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ആ രണ്ടെണ്ണവും അതിൻ്റെ യൂണിറ്റ്സും ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇൻ കേസ് വരാൻ ചാൻസ് ഉള്ള 100% അല്ലെങ്കിൽ 90% ഒന്നും ചാൻസ് ഒന്നുമില്ല ഇതൊന്നും വരാൻ. ബട്ട് സ്റ്റിൽ വന്നാൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നൊരു ഇതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. 2.3ഉം 11.2ഉം. ഓക്കെ, പിന്നെ ബാക്കി വരുന്നതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു പ്ലാനറ്റിൻ്റെ വരുന്നൊക്കെ വരത്തുള്ളൂ. ഇനി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ.
അതേപോലെ തന്നെ നിങ്ങളുടെ തന്നെ താഴെ ഉള്ള കുട്ടികൾ ഇപ്പം ഇനി 10th ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അവർ ഇനി 11th വരുവാണെങ്കിൽ അവർക്കും കൊടുക്കാം. അവർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ, കാരണം ഇച്ചിരി ടൈമൊക്കെ എടുത്ത് പഠിച്ചാലേ നമുക്കൊന്നൊക്കെ മനസ്സിലിരിക്കത്തുള്ളൂ. ലാസ്റ്റ് ടൈം നമ്മൾ ഓടിച്ചാടി വന്ന് പഠിച്ചാൽ ചിലർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, എന്നാലും കുറച്ചൊക്കെ ഇക്വേഷൻസൊക്കെ ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും നമ്മൾ മാക്സിമം ഇക്വേഷൻസൊക്കെ പല പ്രാവശ്യം നോട്ട്ബുക്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്യുക, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക. അപ്പം നമ്മളും വിചാരിക്കുന്നുണ്ട് നമ്മളൊരു ഓരോരോ ചാപ്റ്ററിനും വെച്ചിട്ട് ഒരു കുറച്ച് പ്രോബ്ലംസ് മോക്ക് ടെസ്റ്റ് മാതിരി ഓരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇടാവുന്ന. അപ്പോൾ അത് നമുക്ക് PDF ആയിട്ട് വല്ലതും അപ്ലോഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.